ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ നടത്താൻ പോകുന്നത് നോ എക്സ്പ്രഷൻ ചലഞ്ച് ആണ്. അപ്പൊ സാധാരണ നമ്മളെ വീഡിയോയിൽ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇതിന്റെ അമ്മ, ഇതിന്റെ മൂത്തമാന്റെ മോള്, മൂത്തമാന്റെ മോളെ മോൻ. ഓക്കെ, പിന്നെ ഇത് പാറുക്കുട്ടി ഞങ്ങളെ അയൽവാസിയാണ്. നിങ്ങൾക്ക് സാധി, ഇത് താത്ത. ഓക്കെ, അപ്പൊ നമുക്ക് ചലഞ്ച് തുടങ്ങാം. താത്ത എന്ത് വീഡിയോ താത്ത പറയും എങ്ങനെ ചെയ്യുന്നു. നമ്മള് ലോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് മത്സരിക്കണേ? നല്ല ലോട്ട് കുലുക്കിട്ട് ഒരു ലോട്ട് എടുക്കും, ഐശ്വര്യായിട്ട് എടുക്കും, ബിസ്മിൻ ചൊല്ലി എടുക്കും. ഏതാണോ ഇതിന് ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്, ഓരോ ഫുഡ് ഐറ്റമിനും. 1 പുളി, 2 നാരങ്ങ, 3 മുളക്, പച്ചമുളക്, ഗ്രീൻ ചില്ലി, 4 സോയാ സോസ്, 5 ഉപ്പ്, 6 ചില്ലി സോസ്, പിന്നെ 7 ഒരു അബദ്ധം പറ്റിയതാണ്. 7 അല്ല 8 കുരുമുളക്. ചെറിയൊരു അബദ്ധം. 7 ഒന്നുമില്ല. അപ്പൊ 7 കുരുമുളക്. പക്ഷെ ഞങ്ങള് 8 ഇതിൽ ഇട്ടിട്ടുള്ളത്. 8 പറഞ്ഞാല് 7. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എക്സ്പ്രഷൻ ഇടാൻ പാടില്ലല്ലോ. 2. ഓ മൈ ഗോഡ്. പഠിച്ചതൊക്കെ നാരങ്ങായ മതി. നമുക്ക് എക്സ്പ്രഷൻ ആയിട്ടൊന്നും ഇല്ല കേട്ടാ. ചിരിക്കാറുണ്ട്. എന്നെ കല്ല ശീലം തന്നെ. സൂപ്പർ. അടുത്ത പാറക്കുട്ടി. ടെൻഷൻ ചില്ലി സോസ്. ചില്ലി സോസിന് സ്പൂൺ, സോയാ സോസിന്റെ സ്പൂൺ തന്നെ ചില്ലി സോസ് മതി. ചില്ലി സോസ് സീനില്ല, ടേസ്റ്റാ. ഒരു സ്പൂൺ എടുത്തോളം കഴിക്കണം. ഒരു സ്പൂൺ മഴ കൊടുക്കണേ. യു ക്യാൻ. എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. 5 ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ കഴിക്കണം. അവനാണ് ആൺകുട്ടി. അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എക്സ്പ്രഷൻ ഇട്ടാ ഔട്ടാകും. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ. ഇട്ടിക്കണ്ടപ്പാ നാരങ്ങ. ഉപ്പ് 2. ഇപ്പൊ നാളത്തെ തോരനീന്ന് നാരങ്ങ കിട്ടിയാ മതി. ഉപ്പെടുക്കാൻ പറ്റൂല. നല്ല സാധനം, സിട്രിക് ആസിഡ് അല്ലേ. ശരി, കുഴപ്പമില്ല. ആ പുളിന്റെ എക്സ്പ്രഷൻ ഇടരുത്, അത്രേ ഉള്ളൂ. 1 2 3 സ്റ്റേറ്റ്. ആ പ്രശ്നം അറിയരുത്, എല്ലാം ശരിയാകും. പച്ചമുളകാണെങ്കിൽ ഇതോ പച്ചമുളക് പറഞ്ഞ പച്ചനാണ്. ആ ഫുള്ള് കഴിക്കണം കേട്ടോ, ആ ഫുള്ള് കഴിക്കണം.
ഇത് കാണാത്ത അല്ലല്ല അത് കഴിക്കണേന് കുഴപ്പമില്ല എരിയുമ്പോഴാ മറ്റേ മുളക് കൊടുത്തോളൂ നിങ്ങൾക്ക് നീണ്ട മുളക് സാധാ ഓൾറെഡി 1 2 3 സ്റ്റാർട്ട്. കിട്ടിയല്ലോ അടുത്ത എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. അത് ഫുള്ള് കഴിക്കും. എന്നാ ചെറിയ കടി കടിച്ചിട്ട് തോൽക്കാൻ പറ്റിയ തോറ്റോണ്ടി. ഒന്ന് കടിച്ചാ ഒന്ന് അത് പറ്റത്തില്ല, അതൊരിക്കലും പറ്റത്തില്ല. മുണങ്ങാൻ പറ്റത്തില്ല കടിച്ച്. ഇനി എന്റെ കുശിനോ മുളക് അവന്റെ വായന ഇപ്പൊ തന്നെ ഒറ്റുണ്ട്. അതോ കഴിച്ച് എക്സ്പ്രഷൻ എഴുത്, എക്സ്പ്രഷൻ എഴുത്. ഇങ്ങക്കൊക്കെ വരുന്നുണ്ട് അവറാച്ച. കൈകിയില്ലേ പകുതി തിന്നണം, പകുതി അതിന്റെ പകുതി ഫുള്ളായിട്ട്. ഇപ്പൊ തന്നെ ചിരിയൊക്കെ ചിരിച്ചു തീർത്തു. മിടുക്കനാ, അവൻ മിടുമിടുക്കനാ. ഇനി 2 പോക്ക് മുളകും പോക്ക് ബാക്കിയൊക്കെ. അല്ല അത് എപ്പോഴും കിട്ടുന്നല്ലോ, ബാക്കിയൊന്നും കിട്ടി ട്രൈ ചെയ്യട്ടെ. ഈ പുളിയൊക്കെ ഇപ്പൊ ഈസി ആയിട്ട് തിന്നാ. അത് തിന്നുന്നേ ഭയങ്കരമായ ആള്. അപ്പൊ അതും നെക്സ്റ്റ് ഫാദു. തൊള്ളിക്കാക്കാൻ പാടില്ല. ഒരു സ്പൂൺ മതിട്ടോ. സോയാ സോസ് എല്ലാം അങ്ങക്ക് കിട്ടണൊക്കെ മാറ്റി പിടിച്ചാൽ നിൽക്കാം പോടുന്നേ. ചെറിയ ചോള ജ്യൂസ് നല്ലത്. കല്ല് പോലെ നിന്ന്. അതൊക്കെ ഈസി അല്ലേ? ഞാൻ ആരാണോ നിന്റെ വിചാരം? ഇപ്പൊ തന്നെ മൂക്കുന്ന ആലോചിച്ചിട്ട് 2 മണി വയസ്സ് നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ട് കരയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്ര ഒന്നാണ്, അത്ര ഒന്നാ. എത്ര ആരും തിന്നൂല. പറയാൻ പറ്റും. പറ്റില്ലെങ്കിൽ പിൻവലിച്ചാ അതല്ല പറ്റില്ലെങ്കിൽ അങ്ങനെ 1 കിട്ടിയിട്ടുണ്ട് ഫാദിക്ക്. കഴിയുമെങ്കിൽ മാത്രം കഴിക്കാം, കഴിക്കണം.
നാരങ്ങയാണ്. കടിച്ചിട്ട് ഒന്ന് നാരങ്ങയാണ്. ഒന്ന് നാരങ്ങയാണ്. രണ്ടേ നാരങ്ങ കളിച്ചിനാ. അല്ല ആദ്യം രണ്ടായിരുന്നു നാരങ്ങ. ആദ്യം രണ്ടായിരുന്നു നാരങ്ങ. രണ്ട് ഇപ്പൊ മാറിയില്ലേ? മാറണമെങ്കിൽ ഓക്കെ. എന്റെ അവസ്ഥ കണ്ടോളി. സോ എക്സ്പ്രഷൻ ഇതുവരെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാനല്ലേ ഇനി രണ്ട് ആരൊക്കെ രണ്ടാ കഴിക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു. ഞാൻ ജയിച്ചിരിക്കുന്നു.